പാലക്കാട് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു. മലയാള പുതുവത്സരമായ ചിങ്ങം 1 ഒറ്റപ്പാലം നഗരസഭാ ഹാളിൽ നടന്ന കർഷക ദിനാചരണത്തിൽ ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തരിശുഭൂമിയിൽ കൃഷി ചെയ്ത നഗരസഭ ഒറ്റപ്പാലമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി കർഷക ദിനാചരണം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടാൽ അത്രത്തോളം നമ്മൾ അതിനെ കണക്കാക്കാതെ കൃഷി ചെയ്ത് ഓരോ പ്രാവശ്യവും മുന്നേറുകയാണ്. കൃഷി എവിടേക്കോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് കൃഷി കൂട്ടാൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ തരിശ് കൃഷിയുടെ അളവ് കൂട്ടി നെൽകൃഷിയുടെ അളവ് കൂട്ടി വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പനമണ്ണ ഭാഗത്ത് ചെയ്തു, അതിന്റെ മുന്നത്തെ പ്രാവശ്യം വീട്ടിന്റെ ഭാഗത്ത്, അതിന് മുന്നേ നമ്മൾ പാലാട്ടോട്ട് ചെയ്തു. ഈ പ്രാവശ്യം നമ്മൾ കണ്ണിയമ്പുറത്ത് നമ്മൾ തീരുമാനിച്ചിട്ട് എത്തിയിട്ടില്ല, നമുക്ക് എന്തെങ്കിലും അത് നടത്തണം, അത് നടത്തും. നെൽകൃഷി മാത്രമല്ല, അതിനോടൊപ്പം തെങ്ങ് കൃഷി, മറ്റ് എന്തൊക്കെ സാധ്യതകളുണ്ടോ അത്തരം കൃഷികളെല്ലാം ചെയ്യണം. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ പോഷക ഭക്ഷണങ്ങൾ കഴിക്കണം. പോഷക ഭക്ഷണങ്ങൾ കഴിക്കണമെങ്കിൽ ആരെങ്കിലും കുറഞ്ഞ് തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് നമ്മൾ കരുതണ്ട. നമുക്ക് തന്നെ വേണ്ട പോഷക ഭക്ഷണങ്ങൾ നാം ഉണ്ടാക്കാം. ഗവൺമെന്റിന്റെ കുറെ പദ്ധതികളാണ്. ഒന്ന്, നമുക്ക് വേണ്ടത് നാം ഉത്പാദിപ്പിക്കുക, എല്ലാവർക്കും തൊഴില്, എല്ലാവർക്കും ആരോഗ്യം. നമുക്ക് അസുഖം വന്ന് നോക്കണേക്കാൾ ഭേദം അസുഖം വരാതിരിക്കാൻ പോഷക ഭക്ഷണങ്ങൾ കഴിക്കുക. അങ്ങനെ വേണമെങ്കിൽ മറ്റ് ചെറുധാന്യങ്ങൾ, പച്ചക്കറികൾ, മറ്റ് പഴവർഗ്ഗങ്ങൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ടെറസിലും മുറ്റത്തും തരിശ് കിടക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യേണ്ടതായിട്ട്. ഒറ്റപ്പാലം നഗരസഭയും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാചരണത്തിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സതീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുനീറ മുജീബ്, ലത, അബ്ദുൽ നാസർ, വാർഡ് കൗൺസിലർമാരായ കല്യാണി, ഗംഗാധരൻ, പൗലോസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തോമസ് ജേക്കബ്, പ്രകാശൻ, വിവിധ പാടശേഖര പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കുകയും കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കൃഷി ഓഫീസർ ഷഫ്ന തുറക്കൽ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് നന്ദിയും പറഞ്ഞു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.